ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി ക്രൈസ്തവ സഭകൾ. മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ ബെസേലിയോസ് ക്ലീമീസ് ബാവ ആവശ്യപ്പെട്ടു. അതുവരെ KCBC സർക്കാരുമായി സഹകരിക്കില്ല. ക്രൈസ്തവ സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ലെന്നും ക്ലീമീസ് കാതോലിക ബാബ അറിയിച്ചു. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്തു നിന്ന്. ഗിരീഷ്, കടുത്ത നിലപാടിലേക്ക് KCBC നേതൃത്വം പോകുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവന അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നിലപാടിൽ കൂടുതൽ വിശദീകരണത്തിന് മന്ത്രി സജി ചെറിയാൻ ഈ മണിക്കൂറുകളിലും തയ്യാറായിട്ടില്ല. എന്താണ് പുതിയ വിവരങ്ങൾ? വിജയകുമാർ, മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനമാണ് ക്രൈസ്തവ സഭകൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് KCBC പ്രസിഡന്റ് തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ആര് വിളിച്ചാൽ ക്രൈസ്തവ സഭ പോകണം എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല, അത് സഭാ നേതൃത്വമാണ്. പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ വിളിച്ചാൽ ആദരവോടെ പോകും എന്നാണ് ബെസേലിയോസ് മാർ ക്ലീമീസ് ബാവ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സജി ചെറിയാന്റെ വാക്കുകളിൽ ആദരവില്ല, പ്രസ്താവന പിൻവലിച്ച മന്ത്രി വിശദീകരണം നൽകുകയാണ് വേണ്ടത് എന്നുള്ളതും ഇപ്പോൾ ബെസേലിയോസ് മാർ ക്ലീമീസ് ബാവ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുവരെ KCBC സർക്കാരുമായി സഹകരിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് സഭ ഇപ്പോൾ നീങ്ങിയിരിക്കുന്നു. അതായത് സർക്കാരുമായി സഹകരിക്കാൻ KCBC തയ്യാറല്ല എന്ന് KCBC വ്യക്തമാക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി തന്നെ നേരിട്ട് വിശദീകരണം നൽകേണ്ടതുണ്ട് എന്ന ഒരു പാർട്ടി നിലപാടിലേക്ക് പാർട്ടിയും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണമെങ്കിൽ പിന്നീട് അഭിപ്രായം പറയും. പക്ഷേ അതിനു മുമ്പായി സജി ചെറിയാനോട് തന്റെ പ്രസ്താവന പിൻവലിക്കുന്നതിനും വിശദീകരണം നൽകുന്നതിനുമുള്ള ഒരു നിർദ്ദേശമാകും പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. ക്രൈസ്തവ സഭകളെ പിണക്കുന്നതിന് CPM-ന് ഒട്ടും താല്പര്യമില്ല എന്ന് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളും വ്യക്തമാക്കുന്നത്. വിജയകുമാർ, KCBC കടുത്ത നിലപാടിലേക്ക് കടക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകുന്നതുവരെ സർക്കാരുമായി സഹകരിക്കില്ല എന്നാണ് KCBC നേതൃത്വം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ സജി ചെറിയാൻ നടത്തിയ വിമർശനം തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മന്ത്രി പറഞ്ഞത് പാർട്ടിയുടെ നിലപാടല്ല, പ്രസംഗത്തിനിടെ ഉണ്ടായ പ്രയോഗം മാത്രമാണ്. സഭയുടെ അതൃപ്തി പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഒരു പ്രയോഗത്തിൻ്റെ കാര്യം പിടിച്ചിട്ട് വന്ന് പാട്ടുകാരില്ല. നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും. ഇനി കേരളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയും, അല്ലെങ്കിൽ അവിടെ PB പറയും. അത്രയേ ഉള്ളൂ. നാക്ക് വേഴാന്ന് ഇനി പറയാൻ സാധിക്കില്ല. ഇതിൽ ഓരോ വിശേഷണങ്ങളാണ് നൽകുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം. പരാമർശം സർക്കാർ നിലപാടല്ലെന്ന് പറഞ്ഞ് മന്ത്രി റോഷി അഗസ്റ്റിൻ തലയൂരി. പ്രസ്താവന പിൻവലിച്ച് സജി ചെറിയാൻ മാപ്പ് പറയണമെന്ന് മോൻസ് ജോസഫ് MLA ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചു. അതൊന്നും ഞങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിൻ്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. കേരളത്തിലെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ, സഭയുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് കേരളത്തിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ള സഭാപിതാക്കന്മാരാണ്. അവരെ അപമാനിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവന സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി നടത്തിയെന്ന് പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന പദപ്രയോഗമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മന്ത്രിയുടേത് വ്യക്തിപരമായ പരാമർശമായി കാണാൻ കഴിയില്ല. സജി ചെറിയാൻ രാജിവെച്ച് ഇറങ്ങിപ്പോകുകയാണ് വേണ്ടതെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയില പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി ശാസിക്കണ്ടേ? മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുക്കണ്ടേ? ഒന്നാമത്തെ, ഇതിനു മുമ്പ് ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയതിനും മന്ത്രിസ്ഥാനം പോയ ആളാ. പാർട്ടിയുടെ നയമല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ CPM മന്ത്രിമാർ പറയുന്നത്? പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒരു മന്ത്രി സംസാരിച്ചാൽ ആ മന്ത്രിയെ ശാസിക്കുകയും മന്ത്രിയോട് ക്ഷമാപണം നടത്താൻ പറയുകയും ചെയ്യാൻ ഗോവിന്ദൻ തയ്യാറുണ്ടോ? അപ്പോൾ ഗോവിന്ദൻ്റെ ലൈൻ എന്താ?
അതവിടെ കിടക്കട്ടെ എന്നാണ്. സംസ്കാരമില്ലാത്ത ആളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചു എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി സഹമന്ത്രി വി മുരളീധരന്റെ പ്രതികരണം. അത്തരമൊരാളെ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുന്നത് സർക്കാരിന്റെ പൊതുനയമായി കാണാം. കേരള കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളതെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചോദിച്ചു. കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏറ്റവും വലിയ ഗുണ്ടകളെയാണ് മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിനുള്ള യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിലെ സർക്കാരിന്റെ മന്ത്രിയായിട്ട് തുടരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഭൂഷണമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് എനിക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എം ജി പ്രതീഷും എസ് ശ്രീകാന്തും വിവരങ്ങൾ നൽകും. പ്രതീഷ്, CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ഉയർന്നു. അത് സർക്കാരിൻ്റെ നയമല്ല, പാർട്ടിയുടെ നിലപാടല്ല, പ്രസംഗത്തിനിടെ ഉണ്ടായ ഒരു പരാമർശം എന്ന് ലഘൂകരിക്കുകയാണ് ഫലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. അത് ഒട്ടും തൃപ്തികരമല്ല എന്ന് KCBC നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സജി ചെറിയാൻ അത് പിൻവലിക്കണം ആ പ്രസ്താവന എന്നതാണ് KCBCയുടെ ഔദ്യോഗിക നിലപാടായി സഭാ നേതൃത്വം തന്നെ വിശദീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി പാർട്ടി ചെയ്യുക? ഇത് തിരുത്തണം, ഇത് പിൻവലിക്കണമെന്ന് പാർട്ടി നേതൃത്വം മന്ത്രി സജി ചെറിയാനോട് ആവശ്യപ്പെടുമോ? വിജയകുമാർ, സജി ചെറിയാന്റെ പ്രസ്താവനയിൽ CPM വെട്ടിലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സജി ചെറിയാനെതിരെയും ആ പരാമർശങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടുകളാണ് ക്രൈസ്തവ സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ നേരത്തെ തന്നെ ഈ പരാമർശം പിൻവലിച്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകിയില്ലെങ്കിൽ സർക്കാരുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നൊരു നിലപാട് KCBC സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അത്തരത്തിലൊരു ശക്തമായൊരു നിലപാടാണ് ക്ലിമ്മിസ് ബാവയുടെ ഭാഗത്ത് നിന്ന് തൊട്ട് മുമ്പ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പരാമർശങ്ങൾ കൃത്യമായും പാർട്ടിക്ക് പരിശോധിക്കേണ്ടി വരും. മാത്രമല്ല, ഈ വിമർശനങ്ങൾ സഭാമേലധ്യക്ഷന്മാർ തന്നെ സജി ചെറിയാന്റെ പരാമർശത്തിൽ വലിയ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സജി ചെറിയാന്റെ പരാമർശം CPM പൂർണ്ണമായും തള്ളുന്നത്. പക്ഷേ ഇത് ഈ പരാമർശം ലഘൂകരിക്കുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ പരാമർശം നടത്തിയത് പ്രസംഗത്തിനിടെ ഉണ്ടായ ചില പ്രയോഗമാണ്. അത് കൂടുതൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി അല്പം മുമ്പ് പ്രതികരിച്ചത്. അതേസമയം ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സമുദായത്തിനോ ബിഷപ്പുമാർക്കോ അതിൽ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായി ഇക്കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നും അതിൽ പരിഹാരം കാണുമെന്നുമാണ് MV ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പരാമർശം വലിയ തരത്തിൽ വിവാദമായിട്ടുണ്ട്. ഈ ക്രൈസ്തവ സഭകളെ അടക്കം വലിയ തരത്തിൽ ചുടിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ കൃത്യമായി അല്ലെങ്കിൽ പാർട്ടി ഇത്തരത്തിൽ ഈ ഇടപെട്ട കൃത്യമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിക്കണമെന്നതാണ് പ്രധാനമായും KCBC അടക്കം പറയുന്നത്. ആദരവോടെയല്ല ഈ സജി ചെറിയാൻ സംസാരിച്ചത്. ആ പരാമർശം ഒട്ടും ആദരവില്ലാത്തതായിരുന്നു. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വിരുന്നിന് വിളിച്ചാൽ സന്തോഷത്തോടെ പോകും. പക്ഷേ ഇത്തരത്തിലൊരു പരാമർശം ഒട്ടും ഉചിതമായിരുന്നില്ല എന്നതാണ് KCBCയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇനി CPM ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, അല്ലെങ്കിൽ സജി ചെറിയാൻ പരാമർശം പിൻവലിക്കുമോ, ഖേദപ്രകടനം നടത്തുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം പ്രതിപക്ഷം BJP അടക്കം ഇത് വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി CPM ആണ് പ്രധാനമായും ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. ഇക്കാര്യം പരിശോധിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി എന്തായാലും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് നേരത്തെയും ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അത് പാർട്ടിക്ക് തന്നെ വലിയ തലവേദനയായി മാറുന്ന നിരവധി സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു പരാമർശത്തിന്റെ പേരിലാണ് മന്ത്രിസ്ഥാനം പോലും നഷ്ടമാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായൊരു നടപടി CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. കാരണം ഇത് പിൻവലിച്ചില്ലെങ്കിൽ ഒരു ശരിയാണ്. പ്രതീക്ഷിക്കാര്യത്തിൽ CPM ഒരു പക്ഷേ കടുത്ത നിലപാട് തന്നെ സ്വീകരിച്ചേക്കുമെന്ന സൂചന ഇപ്പോൾ വരുന്നുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് മാധ്യമങ്ങളെ കാണും. ജനങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്കുമായി ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, സംബന്ധിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ യാത്രയില് പല സ്ഥലങ്ങളില് മതമേലധ്യക്ഷന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പലരും പോയി സംബന്ധിച്ചിരുന്നു. പ്രധാനമന്ത്രി ക്രിസ്മസ് ദിനത്തില്
ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ച് അതിൽ ഏതാനും മേലധ്യക്ഷന്മാരെ സംബന്ധിച്ചതിനെക്കുറിച്ച് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. അത് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ, KCBCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തോട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുന്നതുവരെ സർക്കാരുമായിട്ടുള്ള മറ്റ് പരിപാടികളിലെ ഗുണപരമായ പൊതു സമീപനത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കും. സർക്കാരിന് എപ്പോഴും ഏത് സർക്കാർ ഭരിച്ചാലും ഗുണപരമായ പ്രോത്സാഹനം നൽകുന്ന സമീപനമാണ് കേരളത്തിലെ സഭകൾക്കുള്ളത്, പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒരു സാഹചര്യം സാംസ്കാരിക വകുപ്പ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ഈ പ്രസ്താവന എത്രയും വേഗം പിൻവലിക്കണമെന്നതാണ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആവശ്യം. അത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സർക്കാരിന്റെ നിലപാടാണോ അല്ലയോ എന്ന് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത്. ഞങ്ങൾ കേട്ടത് മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വാക്കാണ്. അത് ആരുടേതാണ് എന്ന് വെളിപ്പെടുത്തേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. അല്ല, നമുക്ക് ഓരോ നാളെ കേരള മുഖ്യമന്ത്രി ന്യൂ ഇയർ, ക്രിസ്മസ് ഒരു ആഘോഷത്തിലായി ഇവിടുത്തെ പൗരപ്രമുഖരെ വിളിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളും നാളെ അവിടെ ചർച്ച ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ ഓരോ കാര്യത്തിന് വിളിക്കുമ്പോൾ അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ സംഭാഷണവും സമ്പർക്കവും സമീപനവുമാണ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നിർണയിക്കാൻ സാധിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ട് അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും, അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഞങ്ങൾക്കെല്ലാം ഉള്ള വലിയ അമർഷം, വലിയ വേദന കേരള സർക്കാരിനെ ഞങ്ങൾ അറിയിക്കുന്നു. കാരണം സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. നാളെ ഇനിയും കുറച്ച് മണിക്കൂർ കൂടില്ലേ? എല്ലാവർക്കും നന്ദി. KCBC നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയായിരുന്നു KCBCയുടെ അധ്യക്ഷൻ കൂടിയായ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാബ. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകുന്നതുവരെ സർക്കാരുമായി സഹകരിക്കില്ല. നവകേരള യാത്രയുടെയൊക്കെ എല്ലാ ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി വിളിച്ച യോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് സഭാ നേതൃത്വം, അതിലെ പ്രതിനിധികൾ പോയിരുന്നു. അതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. നാളെ മുഖ്യമന്ത്രി ഒരു വിരുന്നിൽ ക്ഷണിച്ചാൽ കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും അതിൽ ചർച്ച ചെയ്യുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ എന്താണ് മന്ത്രി സജി ചെറിയാന് പറയാനുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ വിശദീകരണം ഉണ്ടാകണം, പ്രസ്താവന പിൻവലിക്കണമെന്ന് KCBC നേതൃത്വം ഇത് ഔദ്യോഗികമായി അതിന്റെ അധ്യക്ഷൻ തന്നെ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരും ഇടവേളയ്ക്ക് ശേഷം. സർക്കാരിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ക്രൈസ്തവ സഭകൾ. സർക്കാരുമായി ഒരു നിസ്സഹകരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് KCBC. അതിന്റെ നേതൃത്വം തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. മന്ത്രി സജി ചെറിയാൻ വിവാദ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകണമെന്നാണ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാബ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുവരെ KCBC സർക്കാരുമായി സഹകരിക്കില്ല. ക്രൈസ്തവ സഭയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല എന്നാണ് KCBC നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയത്. ശ്രീകാന്താണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, ഇനിയിപ്പോൾ സജി ചെറിയാനെ സംബന്ധിച്ച് അദ്ദേഹം അതിലൊരു വിശദീകരണം നൽകുക എന്നത് മാത്രമാണ് പ്രശ്നപരിഹാരത്തിന് മുന്നിലുള്ള ഒരു വഴി. സാധാരണ സ്വീകരിക്കുന്നതിനപ്പുറത്തേക്ക് സർക്കാരുമായി ഒരു നിസ്സഹകരണം അത് പരസ്യമായി ഇപ്പോഴിതാ സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുകയാണ്, അത് വിശദീകരിക്കുന്നുണ്ട്.
നേരത്തെ സ്വാശ്രയ സമരകാലത്തൊക്കെ ഇതിന് സമാനമായി പ്രതിഷേധം അന്ന് സഭാ നേതൃത്വം സ്വീകരിച്ചത് ഈ ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്തായിരിക്കും തുടർ നീക്കങ്ങൾ? സജി ചെറിയാൻ പ്രതികരിക്കുമോ ഇന്ന്? വിജയകുമാർ, ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. അതായത് പ്രധാനമന്ത്രിയെ മുൻനിർത്തി ക്രൈസ്തവ സഭയുമായി അടുക്കാൻ BJP വലിയ ശ്രമം നടത്തുമ്പോഴായിരുന്നു ഈ സജി ചെറിയാന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു പരാമർശം വരുന്നത്. ഇന്നലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടിക്കിടെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതിൽ പ്രതികരണം വന്നു. പിന്നീട് ഇത് വലിയ വിവാദമായി മാറി. ഇന്ന് ദീപികയിലും അതോടൊപ്പം തന്നെ ദീപികയിൽ ഒരു എഡിറ്റോറിയൽ വന്നു. തൊട്ടു പിന്നാലെ തന്നെ സഭാ നേതാക്കൾ ഈ വിഷയത്തിൽ കടുത്ത നിലപാട് എടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ന് മന്ത്രിമാർ ഇതിനെ പരമാവധി ന്യായീകരിക്കാനും ഇതിൽ മയപ്പെടുത്താനും ശ്രമം നടത്തിയിരുന്നു. റോഷി അഗസ്റ്റിൻ രാവിലെ തന്നെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഇത് സർക്കാർ നിലപാടല്ല, ആരെങ്കിലും പറയുന്നത് വ്യക്തിപരമായി പറയുന്നതൊന്നും വ്യാഖ്യാനിച്ചെടുക്കരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. VN വാസവൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞതിനെ മറ്റൊരർത്ഥത്തിൽ കാണേണ്ട. ഈ പ്രധാനമന്ത്രി ഈ മണിപ്പൂരിനെ കുറിച്ച് പറയാതെ ഇങ്ങനെ ഒരു വിരുന്ന് നടത്തുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുകയാണ് ചെയ്തത്. അക്കാര്യം ചൂണ്ടിക്കാട്ടുക മാത്രമാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്നും VN വാസവനും ന്യായീകരിക്കാനും നിലപാട് മയപ്പെടുത്താനും ഒക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും കൊണ്ട് ക്രൈസ്തവ സഭാ നേതൃത്വം അടങ്ങുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് കൃത്യമായ നിലപാടുണ്ട്. അവരിപ്പോൾ വ്യക്തമാക്കുന്നത് മന്ത്രി സജി ചെറിയാൻ അത് തിരുത്തണം, ആ പരാമർശം പിൻവലിക്കണം എന്നുള്ളതാണ്. മന്ത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ഇതുവരെയും മന്ത്രി പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് 3 മണിക്ക് എറണാകുളത്ത് നടക്കുന്ന കുന്നത്തുനാട് നടക്കുന്ന നവകേരള സദസ്സിൽ മന്ത്രി സജി ചെറിയാൻ പങ്കെടുക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പിലാണ്. അദ്ദേഹം ഇതുവരെയും ഈ 2 ദിവസമായിട്ടും പ്രതികരിക്കാനുള്ള താല്പര്യം അറിയിച്ചിട്ടില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുമില്ല. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നു. അതിനിടെ മന്ത്രി സജി ചെറിയാൻ അതിലൊരു വിശദീകരണം നൽകുമോ എന്നതാണ് അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ തുടർ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നത്തെ നവകേരള യാത്രയുടെ പര്യടനത്തിനിടെ മന്ത്രി എന്തെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. ഉച്ചയ്ക്ക് ശേഷം ആ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടി കർഷകരായ മാത്യുവിനും ജോർജിനും നാടിന്റെ സഹായഹസ്തം. മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി, റോഷി അഗസ്റ്റിൻ, നടൻ ജയറാം എന്നിവർ കുട്ടികളുടെ വീട് സന്ദർശിച്ചു. ഒരാഴ്ചക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 2021 ഏറ്റവും നല്ല കുട്ടി കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുവിനായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം, അതുകൊണ്ടൊരു പ്രത്യേക സ്നേഹം മാത്യുവിനോട് എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു, മാത്യു ആയിട്ട് സംസാരിച്ചു. സങ്കടപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട, എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. നടൻ ജയറാം 5 ലക്ഷം രൂപയുടെ ചെക്ക് കുട്ടികൾക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൃഷ്ണഗിരിയിലേക്ക് ഒരുമിച്ച് പോയി പശുക്കളെ വാങ്ങാൻ ജയറാം കുട്ടി കർഷകരെ ക്ഷണിക്കുകയും ചെയ്തു. ഇവനനുഭവിച്ച സെയിം വിഷമം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ ഈ 2 മക്കളുടെ കാര്യം അതാണ്. ഇന്നലെ തൊട്ട് അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. എല്ലാം ക്ലിയർ ആവും നോക്കിക്കോളൂ. ഇവിടെ തന്നെ ഒരു 100 പശുക്കളെ വളർത്താനുള്ള തൊഴുത്ത് ദൈവം ഉണ്ടാക്കി തരുന്നു നോക്കിക്കോ, ഉറപ്പായിട്ട്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്ന് അറിയിച്ചു. സർക്കാരിനും പൊതുസമൂഹത്തിനും കുടുംബം നന്ദി പറഞ്ഞു. ഇനിയും ഊർജിതമായി കൃഷി തുടരുമെന്ന് കുട്ടികൾ പ്രതികരിച്ചു. ഇങ്ങനെ പറയുക ഉറപ്പില്ല. മാറിയോ? ഇതിൽ ഉഷാറായിട്ട് പശുവിനെ വളർത്തില്ലേ? സന്തോഷായി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. ടേക്ക് കെയർ.